ഉപ്പുതറ ടൗണിൽ ഓടയുടെ സ്ലാബുകൾ തകർന്നു കിടക്കുന്നത് ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്നു. കാൽനട യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും പതിവായിരിക്കുകയാണ്. പാലം മുതൽ സെൻട്രൽ ജംഗ്ഷൻ വരെയുള്ള 600 മീറ്റർ ദൂരത്തിൽ നിരവധി സ്ലാബുകളാണ് തകർന്നു കിടക്കുന്നത്. ഉപ്പുതറ ടൗണിൽ ഓടയുടെ സ്ലാബുകൾ തകർന്നു കിടക്കുന്നതിനാൽ ടൗണിൽ കാൽനട യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ്. പാലം മുതൽ സെൻട്രൽ ജംഗ്ഷൻ വരെ 600 മീറ്റർ ദൂരത്തിൽ നിരവധി സ്ലാബുകളാണ് തകർന്നു കിടക്കുന്നത്. 9 ഏക്കർ ജംഗ്ഷനിൽ ചിലയിടങ്ങളിൽ ഓടയ്ക്ക് മൂടിയുമില്ല. വില്ലേജ് ഓഫീസിന് മുന്നിൽ കഴിഞ്ഞ ദിവസം വാഹനം കയറിയതിനെ തുടർന്ന് സ്ലാബ് തകർന്നു. കാൽനട യാത്രക്കാർ വീഴാതിരിക്കാൻ അപകട സൂചന നൽകി ചുമട്ടുതൊഴിലാളികൾ ചുവന്ന തുണി കെട്ടി കമ്പ് നാട്ടിയിരിക്കുകയാണ്. റോഡിന് വീതിയില്ലാത്തതിനാൽ ടൗണിലെത്തുന്ന കൂടുതൽ പേരും സ്ലാബിന് മുകളിലൂടെയാണ് നടക്കുന്നത്. ചിലയിടങ്ങളിൽ മുകളിലൂടെ നടക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് സ്ലാബ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതുവഴി കടന്നു പോകുന്നവർ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ സ്ലാബിൽ തട്ടിയോ കാൽ വഴുതിയോ വീഴുമെന്ന് ഉറപ്പാണ്. സ്ലാബ് തകർന്ന ഭാഗത്ത് റോഡിലൂടെയാണ് ആളുകൾ നടക്കുന്നത്. ഇത് വാഹനാപകടത്തിന് കാരണമാകുന്നുണ്ട്. ഉപ്പുതറ പഞ്ചായത്തില് ഉപ്പുതറ ടൗണിലെ ഓടകൾ തകർന്നത് മൂലം കാൽനട യാത്രക്കാർ വളരെയധികം ദുരിതം അനുഭവിക്കുന്ന അവസ്ഥയാണുള്ളത്. 95-2000 കാലഘട്ടത്തിലാണ് ഉപ്പുതറ പഞ്ചായത്ത് ഓട നിർമ്മിച്ചത്. ഇപ്പോൾ PWD റോഡ് നവീകരിച്ചപ്പോൾ പോലും ഈ ഓടകൾ നവീകരിക്കാതിരുന്നതിൻ്റെ ഫലത്തിൽ പല ഭാഗങ്ങൾ ആ വില്ലേജിൻ്റെ സൈഡിലൊക്കെ ഓട പൊട്ടിപ്പൊളിയുകയും ആളുകൾ അതിനകത്ത് വീഴുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് വേസ്റ്റുകൾ കുമിഞ്ഞുകൂടി ഭയങ്കര ദുർഗന്ധം ഉണ്ടാകുന്ന അവസ്ഥയുണ്ട്. PWD ഈ റോഡ് നവീകരണത്തിന് വേണ്ടി 5 കോടി രൂപ അനുവദിച്ചെന്ന് അന്ന് ഏരിയ സെക്രട്ടറി CPമാരും പറയുകയുണ്ടായി. പക്ഷെ ഒരു പൈസ പോലും അനുവദിച്ചില്ല. നവീകരണം ഉണ്ടായിട്ടില്ല. ബാക്കി ഭാഗങ്ങളെല്ലാം പരപ്പോട്ട് വാഗോൺ വരെ റോഡിൽ നവീകരണം ഉണ്ടായെങ്കിൽ പോലും ഉപ്പുതറ ടൗണിൽ പഴയ രീതിയിൽ ടാർ ചെയ്ത് പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിലെ തകർന്ന സ്ലാബുകൾ മാറ്റി സ്വന്തമായി പണം മുടക്കി വ്യാപാരികൾ തന്നെ പുതിയ സ്ലാബ് സ്ഥാപിച്ച് ചിലയിടങ്ങളിൽ സുരക്ഷിതമാക്കി. വാഗോൺ പരപ്പ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡ് വീതി കൂട്ടി ഐറിഷ് ഓടയും നടപ്പാതയും നിർമ്മിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് പദ്ധതി തയ്യാറാക്കിയിരുന്നു. എന്നാൽ നിലവിലുള്ള ടാറിംഗ് നടത്തി കരാറുകാരൻ ബില്ല് മാറിപ്പോയി. ഇതിനുശേഷം സ്ലാബ് തകർന്ന ഭാഗത്ത് നിരവധി പേരാണ് ഓടയിൽ വീട് പരിക്കേൽക്കുന്നത്. സ്ലാബ് ഇല്ലാത്ത ഭാഗത്തു നിന്നും ഓടയിൽ നിന്നും ഉയരുന്ന ദുർഗന്ധവും അസഹനീയമാണ്. രൂക്ഷമായ കൊതുക് ശല്യമുണ്ട്. അവശേഷിക്കുന്ന സ്ലാബുകളെല്ലാം ദുർബലമാണ്. പുതിയ സ്ലാബ് സ്ഥാപിക്കേണ്ട കാലം കഴിഞ്ഞു. തകർന്ന സ്ലാബുകൾ മാറ്റി പുതിയത് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.